ഇന്നൊരു കുട്ടി വ്ലോഗാണ്. ഇപ്പോൾ തേർഡ് ട്രൈമസ്റ്ററിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്ന യാത്രകളൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷെ എന്നാലും വീക്കെൻഡ് വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ട്, പുറത്തേക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് US തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ടാർഗറ്റിൻ്റെ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ടാർഗറ്റുകളിൽ നിന്ന് ഈ ടാർഗറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, എന്താണ് ഇത്ര വലിയ കാര്യം എന്നറിയാൻ വേണ്ടി പോകുന്നതാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ട് മേടിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ ആ ടാർഗറ്റ് ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഹാർഡ്ലി ഒരു 10 minutes മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. ആ സമയത്താകുമ്പോൾ അധികം ചൂടൊന്നും ഇല്ല. പിന്നെ ഇന്നത്തെ സൺസെറ്റ് അടിപൊളിയായിരുന്നു. ഇവിടെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും സൺസെറ്റ് അടിപൊളിയാണ്. ഫ്ലോറിഡ സൺസെറ്റിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു എൻറ്റയർ ബിൽഡിംഗ് ടാർഗറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് വൈസ് വളരെ വലുതാണ് നോർമൽ ടാർഗറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അല്ലാതെ എന്തെങ്കിലും ഡിഫറൻസ് എക്സ്ട്രാ സെക്ഷൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് അകത്തോട്ട് പോയത്. ആദ്യം തന്നെ അവിടെ സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കോഫി കുടിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു. എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പെർ ഡേ അപ് ടു 2 cups ഓഫ് കോഫി വരെ കുടിക്കാം. പക്ഷെ ഞാൻ ഒരു കപ്പാണ് കുടിക്കാറുള്ളത്, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. കാരണം കോഫി അവോയ്ഡ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം കുറച്ച് നാളൊരു 5 months കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ പെർ ഡേ ഒരു കപ്പ് ഓഫ് കോഫിയൊക്കെ വെച്ച് തുടങ്ങിയത്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും ബേബി സെഷനിൽ പോയാണ് ഫുൾ ടൈം സ്പെൻഡ് ചെയ്തത്. നമ്മൾ അത്യാവശ്യം നെസസറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു. എന്നാലും ക്ലോത്ത്സിന്റെ സെഷൻ എത്തിയപ്പോൾ ക്യൂട്ടായിട്ട് തോന്നിയ കുറച്ച് ക്ലോത്ത്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാർഗറ്റ് മറ്റുള്ള ടാർഗറ്റിനേക്കാളും ശരിക്കും പറഞ്ഞാൽ സ്പേസും സ്ക്വയർ ഫീറ്റും മാത്രമേ കൂടുതൽ തോന്നിയുള്ളൂ. അല്ലാതെ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ എക്സ്ട്രാ ഉണ്ടെന്നല്ലാതെ വേറെ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം മേടിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് നമ്മുടെ ഡെലിവറി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ വന്നത് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ്. കാരണം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ടൈമിൽ വോക്ക് ഇൻ ചെയ്ത് അഡ്മിറ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ കൺസൾട്ടന്റിനെ കാണാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ അന്ന് രജിസ്ട്രേഷൻ കൺസൾട്ടന്റ് ലീവിലായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി വിചാരിച്ചത് ഇൻ പേഴ്സൺ ബർത്തിങ് സ്യൂട്ടിന്റെ ടൂറൊക്കെ തരുന്നതാണ്. പക്ഷെ അവർ പറഞ്ഞു ഇപ്പൊ പേഴ്സണലി അല്ല, ഇപ്പൊ വെർച്വൽ ടൂറാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നു, സൂം കോളിന്റെ ഒക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.